ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, അപ്പച്ചി തറ തുടയ്ക്കുന്നത് പോലെ ഞാൻ വിചാരിച്ചാ നടക്കില്ല. എന്ത് വൃത്തി! ടൈലൊക്കെ കണ്ണാടി പോലെ തിളങ്ങുന്നത് കണ്ടോ? സമ്മതിക്കണം. അത് പിന്നെ അപ്പച്ചി, എനിക്ക് പണിയൊന്നും ചെയ്യാൻ കഴിയില്ല. ഭയങ്കര നടുവേദനയാ, ഡിസ്ക് കംപ്ലൈന്റാ. വിഷമിക്കണ്ടേ ചേച്ചി, ഞാൻ തുടച്ചോളാന്ന് പറഞ്ഞില്ലേ. അത് വേണ്ട. ഈ അവസ്ഥയില് വന്ദന ഒരു പണിയെടുക്കണ്ട. അത് തന്നെയാടാ ഞാനും പറഞ്ഞത്. വന്ദന മോള് വിശ്രമിക്കട്ടെ, പണികളൊക്കെ വിദ്യ ചെയ്യട്ടെ. അല്ല, നടുവേദനയുള്ള ചേട്ടത്തെയും ബുദ്ധിമുട്ടിക്കണ്ട. ഡിസ്ക് പ്രോബ്ലം കൂടും. പിന്നെ പണികളൊക്കെ ആര് ചെയ്യും? അപ്പച്ചി ചെയ്യും. അപ്പച്ചിയെ പോലെ കാര്യപ്രാപ്തിയുള്ള ഒരു കുടുംബിനി വേറെ ആരാ ഉള്ളത്? എന്റെ കുഞ്ഞുനാളില് അപ്പച്ചി തറവാട്ടിലെ തറ തുടയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തറ കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങും. അല്ല, ഈ തറ തുടയ്ക്കാനുള്ള അപ്പച്ചിയുടെ സാമർഥ്യം ഉണ്ടല്ലോ. ഇവളുമാരും കൂടെ അതൊക്കെ ഒന്ന് കാണട്ടെ. തറ തുടച്ചു തുടങ്ങിക്കോ അപ്പച്ചി. ശരി. തുടക്കുന്നില്ലേ അപ്പച്ചി? പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ, ആരാ? അളിയാ, ഞാൻ രൂപേഷ്, നമ്മുടെ SN കോളേജിലെ 2012 ബാച്ച്. ഓർമ്മയില്ലേടാ? രൂപേഷ് ഓർക്കുന്നുണ്ട് അളിയാ. ടാർഗറ്റ് രൂപേഷ്. ആ ടാർഗറ്റ് രൂപേഷ് തന്നെ അളിയാ. നീ എന്ത് ചെയ്യുന്നുള്ളിയാ? വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാണോ, അതോ ഫോറിനിൽ പോയി സമ്പാദിച്ച് മുടിഞ്ഞ കോടീശ്വരനായോ? കോടീശ്വരനൊന്നും അല്ല, കുറച്ച് ബാങ്ക് ബാലൻസ് ഉണ്ട്. അല്ല, നിന്റെ അവസ്ഥയോ? എനിക്ക് ജോലിയൊന്നും ആയില്ലടാ. ഭാര്യയുടെ ചെലവ് ജീവിക്കുന്ന ഒരു നിർഗുണ പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് ശരി. അതെ, ഞാനേ ഒരു പ്രധാന കാര്യം പറയാനാ വിളിച്ചത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് സ്റ്റാർട്ടപ്പ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് നടന്നവനാണല്ലോ നീ. ഞാനൊരു ബിസിനസ് ആരംഭിക്കാൻ പോവാ. അപ്പോ അതിൽ നിക്ഷേപിക്കാൻ നിന്റെ കൈവശം പണം ഉണ്ടെങ്കിൽ നമുക്ക് തുല്യ പങ്കാളിത്തത്തോടെ ബിസിനസ് തുടങ്ങാം. ഈ ബിസിനസ് എന്ന് പറഞ്ഞ നല്ല ലാഭം കിട്ടുന്ന ബിസിനസ്സാ. മുടക്കുന്ന പൈസ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ തിരിച്ചു പിടിക്കാം. തൽക്കാലം ഒരു 10 ലക്ഷം രൂപയെ ആവശ്യമുള്ളൂ. താല്പര്യമുണ്ടോ നിനക്ക്? താല്പര്യമൊക്കെ ഉണ്ടളിയാ, പക്ഷെ പെട്ടെന്ന് 10 ലക്ഷമൊക്കെ വേണമെന്ന് പറഞ്ഞാ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊന്നും നടക്കില്ലളിയാ. ഡാടാ, മുൻ MLA കുറുപ്പല്ലടാ നിന്റെ അമ്മായി അച്ഛൻ. ഒന്ന് വളഞ്ഞു പിടിക്കടാ. ബിസിനസ്സിലുള്ള നിന്റെ താല്പര്യം മനസ്സിലാക്കിയ നിന്നെ തന്നെ പാർട്ണർ ആക്കാമെന്ന് തീരുമാനിച്ചത്. അളിയ, പ്രോജക്റ്റ് ഞാൻ വിടുന്നില്ല, പക്ഷേ എനിക്കൊന്ന് ആലോചിക്കണം. അത് കഴിഞ്ഞ് അളിയനെ തിരിച്ചു വിളിക്കാം. അതെ, വിട്ടുകളയുന്നത് ബുദ്ധിയല്ലേ? ക്യാഷ് കണ്ടെത്തോളം വഴി നോക്കട്ടെ, എന്നിട്ട് ഞാൻ വിളിക്കാം. രൂപേഷ് ആള് നല്ല ബിസിനസ് അറിയാവുന്നവനും ചതിയും വഞ്ചനയും ഒന്നും നടത്താത്തവനോ. അവൻ വിളിച്ച ആരും ബിസിനസ് പാർട്ണറാവും. പക്ഷെ 10 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാകും?
നിന്ന് ഇളിക്കാതൊന്ന് സഹായിക്കടി. അപ്പച്ചി, എന്റെ അവസ്ഥ അറിയാലോ, എനിക്ക് പറ്റില്ല. ഒന്നാമത് ഡിസ്കിന് കംപ്ലൈന്റാ. എടി, ഈ ഡിസ്ക് എന്ന് പറയുന്നത് നിനക്ക് മാത്രമുള്ളതല്ല, എനിക്കും ഉണ്ട്. ഓ, ആ ഡിസ്കൊക്കെ കാലപ്പഴക്കം ചെന്നതല്ലേ? എടി, പാമ്പും പഴയതാ നല്ലതെന്നൊരു ചൊല്ലുണ്ട്, അതറിയോ നിനക്ക്? അത് കറക്റ്റാ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, അപ്പച്ചി തറ തുടയ്ക്കുന്നത് പോലെ ഞാൻ വിചാരിച്ചാ നടക്കില്ല. എന്ത് വൃത്തി! ടൈലൊക്കെ കണ്ണാടി പോലെ തിളങ്ങുന്നത് കണ്ടോ? സമ്മതിക്കണം. ഡി, ആ അവളുടെ മുടിഞ്ഞൊരു റിംഗ് ടോൺ. ഓഫ് ചെയ്യടി അങ്ങോട്ട്. മാനത്തെ കൊട്ടാരം